ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് സുഖം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ ഇന്ന് ചെക്കപ്പിന് വേണ്ട ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നുള്ള ഷുഗർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോവാട്ടോ. അപ്പോൾ ഇതാ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഈ ഒരു കുത്തും കൂടിയും കൊള്ളണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അരമണിക്കൂർ റിസൾട്ടിലാവുമെന്ന് വെച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടാ വിചാരിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. കാക്കു 2 വടയും പിന്നെ നമ്മളെ മസാല കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തിട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടിട്ട് പകുതി ഞാൻ കാക്കുവിന് കൊടുത്തു. കാക്കു വെറുതെ അല്ല ദോശ ഓർഡർ ചെയ്യാറുള്ളത്, മനസ്സിലായില്ലേ? അതാ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാക്കു കണ്ടോ ഫോണിൽ തന്നെ. അങ്ങനെ റിസൾട്ടൊക്കെ വന്നിട്ടോ. റിസൾട്ട് ഇതായി 75 90 വട്ടം കുറവൊന്നല്ല, അത്യാവശ്യത്തിനൊക്കെ ഉണ്ടല്ലേ. 80 140 നോർമൽ, അതിൽ 90 ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഡോക്ടറെ കാണാൻ പോകണം കേട്ടോ. നമ്മുടെ ഈ ഫയലൊക്കെ കൈ പിടിക്കുമ്പോൾ ഒരു ജോലി കിട്ടിയ ഫീലിംഗ് കേട്ടോ. ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിട്ട് കാണിക്കണം. ഒറ്റപ്പാലത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞങ്ങളൊരു ക്ലിനിക്കിലാണ് എന്താ പറയുക ചെക്കപ്പിനൊക്കെ പോകട്ടെ. പിന്നെ പോണ വൈദ ഒരു അടിപൊളി പാലസ് ആട്ടോ. ഇതിലൊക്കെ എന്തെങ്കിലും നടത്തണം എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല കേട്ടോ. എന്നാലും കാണുമ്പോൾ ഒരു പൂതി കണ്ടോ. അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഭയങ്കര വെയ്പ്പാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പോണ വഴി അതങ്ങനെ കണ്ടുപോകാം. ഒരു മൊഞ്ച്. പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടോ. എത്തിയപ്പോൾ ഇതാ ഒരു മനുഷ്യൻ്റെ വീട്ടില്ല. കാരണം നേരം വൈകിട്ട് ഞങ്ങൾ വന്നിട്ട് കുറുക്ക് വഴിയൊക്കെ നോക്കി വന്നതാ. പിന്നെ ഇതാ അവിടുന്ന് ചെക്കപ്പൊക്കെ കഴിഞ്ഞ് പോന്നു. ഡോക്ടർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ, 5ാം മാസത്തെ. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. സ്കാനിങ് എടുക്കുമ്പോൾ അവർ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒറ്റപ്പാലത്ത് പോണതിൻ്റെ ഒരു അവസ്ഥ, അവിടെയുള്ള റോഡ് 5 ഞാൻ തരാം, ഞാൻ വലുതാട്ടെ, അതിൻ്റെ മുന്നേ ഞങ്ങൾ കടം വാങ്ങിയിട്ടെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കുറുക്ക് വഴി കൂടെയൊക്കെ പോയിട്ടോ. ഞാൻ സ്വീപ്പായി കുറേ നേരം വഴുകി. ഏതാ ഞങ്ങൾ പിന്നെ കുറച്ചുകൂടെ എത്തിയപ്പോൾ നല്ല റോഡോട്ടോ. ഇടയിലൊക്കെ നല്ല പണിയാണ്. ഞങ്ങൾ എത്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ഈ സ്കൂട്ടി മീൻ കൂടി ആകുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒറ്റപ്പാലത്ത് ഈ ആകാശത്തേക്ക് നോക്കിയുള്ള പോക്ക് നല്ല ഇഷ്ടം. താഴത്തേക്ക് നോക്കിയാൽ തീർന്ന്. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായി പോകാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ കയറിട്ടോ. ചായയും ഒരു പഴംപൊരി കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. കാക്കു ഒരു ചായയും പഴംപൊരിയും ഉള്ളിവടയും ഓർഡർ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ കഴിക്കലേ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. പിന്നെ കുറച്ച് അക്ഷയയിലൊക്കെ കയറി അങ്ങനെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ നാടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ റോഡ് മാത്രം അതാണ് നോക്കിയപ്പോൾ ഞാൻ തീരുമാനമായി. പിന്നെ എങ്ങോട്ടും നോക്കേണ്ട അവസ്ഥയില്ല അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ അക്ഷയയിലാണ് കയറിയിട്ട് എത്രങ്ങാനും സമയം പിടിച്ചിട്ട് വെച്ചിട്ടാണ് ഒരു 6 മണിക്ക് വീട്ടിലെത്തിയപ്പോൾ. ടാറ്റ ബൈ ബൈ.